ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലേഡി അൺകട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങളിപ്പോൾ ഈ റെഡി ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആറ്റാല് പൊങ്കാലയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം 2026 ആറ്റാല് പൊങ്കാല. ഞാൻ കുറേ വർഷമായി ഇവിടെ പോയിട്ട്. അനിയത്തിയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും മാമി, അമ്മ, അച്ഛൻ, അനിയത്തി ഞങ്ങളെല്ലാം കൂടി കാറിലാണ് പോയത്. വീട്ടിൽ നിന്ന് 4:30 ആയപ്പോൾ ഇറങ്ങി. 4:30 ഇറങ്ങിയപ്പോൾ അവിടെ അങ്ങ് ഒരു 6 അപ്പോൾ ഗൈസ് അവിടെ ചെന്നപ്പോൾ ഇച്ചിരി താമസിച്ചു. പോകുന്നൊരിക്കൽ ബ്ലോക്കിൽ തിരുവനന്തപുരം ചെന്നപ്പോൾ ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഗൈസ്, ഞങ്ങളവിടെ ഒരു 7 മണിക്ക് തിരുവനന്തപുരം ചെന്ന് ഭയങ്കര തിരക്കായിരുന്നു കഴിച്ചു. അങ്ങോട്ട് പിന്നെ ഞങ്ങൾ പൊങ്ങലുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കുമ്പോഴേക്ക് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 8:30 ആയി. പിന്നെ അമ്പലത്തിൽ നടന്ന് ചെന്നപ്പോഴേക്ക് 9 മണിയായി. അപ്പോൾ ഗൈസ്, പോകുന്ന വഴിക്ക് കണ്ട ഡെക്കറേഷൻ നല്ല രസമുണ്ട്. ആ വഴിയൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ ചെയ്തൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറാൻ വേണ്ടി ക്യൂ എന്ന് പറയാൻ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ തൊഴുതിറങ്ങി നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയില്ലായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ചൂട്ടും കൊതുമ്പും ഒക്കെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അവിടെ ചെന്നാണ് പാത്രവും തേങ്ങയൊക്കെ വാങ്ങിയത്. അതൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി. സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഒരു 2 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് നേരം തറയിൽ കിടന്ന് ഉറങ്ങി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും എണീറ്റ് അമ്മയൊക്കെ രാവിലെ 4 മണിയൊക്കെ പിന്നീട്ട് കുളിച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞ് പൊങ്കലയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പക്ഷേ ഞങ്ങൾ രാത്രി ഇവിടെ ആൾക്കാരില്ലായിരുന്നു. കുറച്ച് ഫ്രണ്ടിലോട്ടേ ഉള്ളായിരുന്നു. രാവിലെ ആയപ്പോൾ എല്ലാവരും സ്ഥലമൊക്കെ പിടിച്ച് വീടിൻ്റെ ഫ്രണ്ടിലാണ്, റോഡ് സൈഡാണ്. പിന്നെ ഞങ്ങൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി, ഗണപതിയൊക്കെ ഒരുക്കി. ഗായ്സ്, അപ്പോൾ ഒരു 9:45 ആയപ്പോഴാണ് അവിടെ തീ കൊളുത്തി തുടങ്ങിയത്. അങ്ങനെ അപ്പം തീയൊക്കെ കൊളുത്തി. ഏകദേശം 9 മണിയായപ്പോൾ തന്നെ കണ്ണിലോട്ട് തന്നെ വെയിലടിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ ഇരിക്കാൻ പോലും പറ്റാത്ത ഞാൻ. പിന്നെ പൊങ്കാലയുടെ പുകയും കൂടെ ആയപ്പോൾ ദൈവമേ ഭയങ്കര ഇതായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിലെ പുകയും കൂടെ അടിക്കുന്നുണ്ട്. കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു. പിന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള ക്ലിപ്പൊക്കെ കൊണ്ടൊന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു പെട്ടെന്ന് വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഉള്ള ക്ലിപ്പ് കൊണ്ട്. അപ്പം അമ്മയ്ക്ക് പിന്നെ മണ്ടപ്പുറ്റും പായസം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ മാമിക്ക് പായസം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി. മണ്ടപ്പുറ്റിൻ്റെ കാര്യമൊക്കെ അമ്മ ഇന്നലെ രാത്രി സെറ്റാക്കി വെച്ചോളൂ. അതെല്ലാം റെഡിയായി. പിന്നെ പോകാം. അങ്ങനെ 2:15 പെട്ടെന്ന് 2:15 അവിടെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ 2:15 പൂജിച്ച ഉടനെ ഞങ്ങൾ നേരെ
വീട്ടിലോട്ട് വിട്ടു. അപ്പം ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് സ്റ്റേ ട്യൂൺ. ടാറ്റ ബൈ ബൈ.